ട്രീറ്റ്മെൻറ്റ് ഇതിന് വരുന്നത് ഒന്ന് നമ്മൾ ലൈഫ് സ്റ്റൈൽ കറക്ഷൻ. പിന്നെ അതിന് പറ്റാതെ വരുമ്പോൾ നമുക്ക് വിശപ്പ് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരുമ്പോഴാണ് വിശപ്പ് കുറയ്ക്കാനുള്ള മരുന്നുകളുണ്ട്. പിന്നെ അബ്സോർബ് ചെയ്യാതെ ഇടയ്ക്ക് നമ്മൾ അബ്സോർബ് ചെയ്യാതെ, അതായത് ഫാറ്റിനെ അബ്സോർബ് ചെയ്യാതെ കുറയ്ക്കാൻ, അബ്സോർബ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. ഫാറ്റിൻ്റെ അബ്സോർപ്ഷൻ കുറയ്ക്കാനായിട്ടുള്ള ഒരു ഓർലിസ്റ്റാരിൻ എന്ന് പറഞ്ഞൊരു മരുന്നുണ്ട്. അതുപോലെ കാർബോഹൈഡ്രേറ്റിൻ്റെ അബ്സോർപ്ഷൻ കുറയ്ക്കാതിരിക്കുന്ന ഒരു ഓബ്ലിഡോസ് ഡേസ് എന്ന് പറഞ്ഞ ടാബ്ലറ്റ് ഉണ്ട്. അത് നമുക്കത് കണ്ടിന്യൂസ്ലി കഴിച്ചാൽ അത് നമ്മുടെ ബോഡി അത് ഓവർകം ചെയ്യും. അത് വൺസ് ഇൻ എ വൈലൊക്കെ നമുക്ക് വേണമെങ്കിൽ നമുക്കൊരു ഞാൻ അങ്ങനെയാണ് അത് യൂസ് ചെയ്യുന്നത്. നമ്മൾ പേഷ്യൻസ് വെയിറ്റ് റിഡക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ആൾക്കാർ ഫാസ്റ്റിംഗ് നമ്മൾ കഴിച്ചാൽ പെട്ടെന്ന് കയറി പിടിക്കും. അപ്പോൾ ഈ ഫാസ്റ്റിംഗ് മോഡിലേക്ക് നമ്മുടെ ബോഡി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബോഡി എനർജി യൂട്ടിലൈസേഷൻ ഒക്കെ തെറ്റും. നമുക്ക് ഫാസ്റ്റിംഗ് മോഡ് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ്ലി നമ്മൾ ലോ കാലറി അല്ലെ ഫുഡ് കുറച്ചുകൊണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അപ്പം അതിന് നമ്മൾ ഇടയ്ക്ക് ആഴ്ചയിൽ ഒരു ദിവസം നമുക്ക് ഇഷ്ടമുള്ളത് കഴിക്കാമെന്ന് വയ്ക്കും. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ഈ ഓർലിസ്റ്റാറ്റ് പോലെയുള്ള ഓർലിഡേസ് പോലെയുള്ള ഫാറ്റും കാർബോഹൈഡ്രേറ്റും അബ്സോർബ് ചെയ്യുന്ന മെഡിസിൻസ് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഉള്ളത് ബ്രെയിനിനെ അഫക്റ്റ് ചെയ്തുകൊണ്ട് വിശപ്പ് കുറയ്ക്കുന്നതാണ്. അത് നമ്മൾ അതിലെ ചില ഇതിൻ്റെ ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ടുള്ള ചില മെഡിസിൻസ് ഒക്കെ ശരിക്കും പറഞ്ഞാൽ ഈ ഡി അഡിക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മരുന്നുകൾ, അതായത് ഈ ആൽക്കഹോൾ ഇതിനകത്തുനിന്ന് ഓവർകം ചെയ്യാനും അതുപോലെ മറ്റേ കഞ്ചാവ് ഒക്കെ ഉള്ള കനാബിസ് ഡി അഡിക്ഷൻ ഇതിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ബിക്കോസ് നമ്മുടെ ഈ ഫുഡ് നമ്മൾ ഭയങ്കര അഡിക്റ്റിംഗ് ആണ്, നമുക്കത് അറിയാൻ മേലാത്തതുകൊണ്ടാണ്. ശരിക്കും സ്മോക്കിങ്ങിനേക്കാളും ആൽക്കഹോളിനേക്കാളും എല്ലാം അഡിക്റ്റീവാണ് ഫുഡ്. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് കാർബോഹൈഡ്രേറ്റ്, അതിലെ ഈ കാർബോഹൈഡ്രേറ്റ് കണ്ടന്റ് ആണ് അതിനെ ഏറ്റവും കൂടുതൽ അഡിക്റ്റീവ് ആക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റാതെ വരുന്നത് കൊണ്ടാണ് പലപ്പോഴും നമ്മൾക്ക് ഈ ഫുഡ് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരുന്നത്. അതിന് കാരണം നമ്മളുടെ ഈ മെറ്റബോളിസത്തിൽ തെറ്റിക്കിടക്കുന്നത് കൊണ്ടാണ്. മെറ്റബോളിസം ഈ തെറ്റിക്കിടക്കുന്നത് കൊണ്ട് ഈ നമ്മളുടെ ഹോർമോൺ എല്ലാം തെറ്റിക്കിടക്കുന്നതുകൊണ്ട് ഈ ക്രേവിങ് വരുന്നു. അപ്പോൾ ഈ ക്രേവിങ്ങിന് നമ്മുടെ ബ്രെയിനിൻ്റെ ആ മെക്കാനിസത്തെ തിരുത്താനായിട്ട് കുറച്ചിതുണ്ട്. പക്ഷേ ഇതിനൊക്കെ ഒത്തിരി ലോങ് ടൈം ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല. അത് അതിൻ്റെതായ സൈഡ് ഇഫക്ട്സ് ഉണ്ട് ഇതിനെല്ലാം. അതൊക്കെ വേണമെങ്കിൽ നമുക്ക് ആദ്യത്തെ ആ ഇനീഷ്യൽ ടൈമിങ്ങിൽ ഒരു ക്രേവിംഗ് ഒക്കെ ഒരു സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം.